ശ്രീ മുജീബ് റഹ്മാൻ, താങ്കൾക്കും അതുപോലെ ഈ വഖഫ് സംരക്ഷണ സമിതി നേതാക്കളായ നാസർ മനയിൽ, അബ്ദുൽ സലാം ഇവർക്കെതിരെ ഒരു ഭീമ ഹർജി തയ്യാറാക്കുന്നുണ്ട് മുനമ്പത്തുകാർ. ഇന്ന് അവരൊരു യോഗം ചേർന്നിരുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ താല്പര്യം എന്താണ് എന്നറിയാൻ, അതിന് ഒരു NIA അന്വേഷണം വേണം, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നാണ് അവരുടെ ആവശ്യം. എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ജനം ചാനലിലേക്ക് എന്നെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വഖഫ് സംരക്ഷണ സമിതിയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിലാണ്. നാട്ടിൽ മൊത്തം വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കാസയെ പോലെയുള്ള സംഘടനയുടെ വക്താക്കളുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇതിൻ്റെ ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ അനുവദിച്ചു കൊടുക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ ജനം ചാനലിൻ്റെ ചർച്ചയിലേക്ക് വിനീതനായി എന്നെ വിളിക്കരുത്. പരിശുദ്ധ റമദാനായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാത്രി നിസ്കാരങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് സമയം കണ്ടെത്തിക്കൊണ്ടാണ് ഞാനവിടെ വന്നിട്ടുള്ളത്. ഞാൻ ഈ രാജ്യത്തെ ഒരു പൗരനാണ്. ഈ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തെ കോടതികളെ സമീപിക്കുവാനുള്ള അവകാശം ഭരണഘടനാനുസൃതമായ രീതിയിൽ എനിക്കുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് ആ ഹർജിയുടെ വിഷയത്തിൽ നിലവിലുള്ള അവസ്ഥയിൽ ആ ഹർജി ഏതെങ്കിലും രീതിയിലുള്ള തെറ്റായ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കോടതിയുടെ സമയം കളയുന്നതിന് വേണ്ടിയോ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയോ ആണെങ്കിൽ ആ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് തന്നെ അതിനുള്ള ശിക്ഷ അപ്പം തന്നെ ഞങ്ങൾക്ക് കിട്ടും. കാരണം സാധാരണ രീതിയിൽ കോടതികളിൽ നിന്ന് അത്തരത്തിലുള്ള ഹർജിക്കാർക്കെതിരെ ഫൈനടക്കാനും അതില്ലെങ്കിൽ അവർ സ്ഥിരം കുഴപ്പക്കാരാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് അത് ചവറ്റുകൊട്ടയിൽ തള്ളുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഹർജി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹർജി കൊടുത്തിട്ടുള്ളത് വഖഫ് സംരക്ഷണ വേദിയുടെ പ്രസിഡന്റ് സലാം വാഴക്കാല എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ ഹർജിയെ ഞങ്ങൾ പിന്തുണക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത്, വഖഫ് സംരക്ഷണ സമിതി എന്നുള്ള നിലയിൽ. അത് ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി, ഇടയ്ക്ക് ഇടപെടരുത്, ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പരമോന്നത കോടതിയായിട്ടുള്ള ഹൈക്കോടതിയിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയോ കോടതിയെ സമീപിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെതിരെ ഈ പറയപ്പെടുന്ന ആരെങ്കിലും ഉറഞ്ഞു തുള്ളിയാൽ അതൊന്നും പരിഗണിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. കോടതിയിൽ നിന്ന് നീതി ലഭ്യമായിട്ടുണ്ട്. ആ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വിധി പ്രഖ്യാപനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ, ഇവിടെ ഉയർന്ന കോടതികളുണ്ടല്ലോ, ആ കോടതികളെ സമീപിച്ചുകൊണ്ട് ആ കോടതിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആ കോടതിയിൽ നിങ്ങൾ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള അഭിഭാഷകർ വേണ്ട രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനോ അതല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിൻ്റെ അഭിഭാഷകനായിട്ടുള്ള അവിടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അഡ്വക്കേറ്റ് ജനറൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകനെ തന്നെ സർക്കാർ അവിടെ നിങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചു. എത്രയോ ആഴ്ചകൾ, എനിക്ക് തോന്നുന്നു 2-3 മാസം ആ കേസ് അവിടെ നടന്നു. അതിൻ്റെ ഒരു വിധി പ്രഖ്യാപനം അത് അംഗീകരിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കാതെ ഇതേ രീതിയിലുള്ള വിടുവായത്വങ്ങളും ഇതേ രീതിയിലുള്ള കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള സംസ്കാരമുള്ളവർക്കൊന്നും കേട്ടിരിക്കാൻ കഴിയുന്ന ഭാഷയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് കാസ എന്ന് പറയുന്ന തീവ്രവാദ വർഗീയ സംഘടനയാണ്. അതിനെക്കുറിച്ച് ആർക്കും പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. കാസ എന്ന് പറയുന്ന സംഘടന എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നതും കാസ എന്ന സംഘടന ഈ മുനമ്പത്തുകാർക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് അവിടെ നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയെന്നും നമുക്കറിയാം. അവർക്ക് അവരുടേതായിട്ടുള്ള വർഗീയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കറിയാം, ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരുവിധ നിയമ പോരാട്ടങ്ങളോ വഖഫ് സംരക്ഷണ സമിതി എന്നുള്ള നിലയിൽ സലാം എന്ന് പറയുന്ന വ്യക്തി വർഷങ്ങളായി മുനമ്പത്തെ മാത്രമല്ല ഒട്ടനവധി വഖഫ് ഭൂമി തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ നടത്തിയിട്ടുണ്ട്. വിനീതനായ ഞാൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ 2-3 മാസമായിട്ടുള്ള ഈ വിഷയത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഈ പറയപ്പെടുന്ന രീതിയിൽ ഹൈക്കോടതി ജംഗ്ഷനിൽ നടന്ന സമ്മേളനമായ അവിടെ സമിതി നടത്തപ്പെടുന്ന സമരത്തിൽ അവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി അവിടെ നാസർ മനയും അതേപോലെ തന്നെ സലാം പട്ടാളം എന്ന് പറയുന്ന 2 വ്യക്തികളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാസർ മനയിനെ കുറിച്ചോ സലാം പട്ടാളത്തെ കുറിച്ചോ മുജീബ് റഹ്മാനെ കുറിച്ചോ ചർച്ച ചെയ്യാനല്ലല്ലോ നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഇന്ന് കാലത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച ആ അന്വേഷണ കമ്മീഷന്റെ ആ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എന്താണ് ഈ വിഷയം, ആങ്കർ ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ നിന്ന് മാറി മറ്റു വിഷയങ്ങളിലേക്ക് ചർച്ചയ്ക്ക് പോവുകയും ഇത്തരത്തിലുള്ള അനാവശ്യ നിലവാരം കുറഞ്ഞ സംസാരങ്ങളിലേക്ക് കാര്യങ്ങൾ പോകേണ്ടെന്ന അവസ്ഥ യാഥാർത്ഥ്യമല്ല. നിലവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. ഞാൻ താങ്കളോട് സംസാരിച്ചിട്ടില്ല.
ഞാൻ ആങ്കറിനോട് സംസാരിക്കുന്നത്. താങ്കൾ അതിനിടയ്ക്ക് താങ്കൾ ഇതേ രീതിയിൽ അനാവശ്യമായ സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചിട്ടില്ല. എനിക്ക് മറുപടി പറയാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല, എന്റെ മാന്യത അതിന് അനുവദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ജനം ചാനലിലുള്ള ചർച്ചയും ഇതോടുകൂടി തന്നെ ഞാൻ നിർത്തുക. അല്ലല്ല, വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ചർച്ച ചെയ്യാനൊന്നുമില്ല. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ളത് നിലവിലുള്ള അവസരം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഹൈക്കോടതി ജഡ്ജിക്ക് പോരായ്മ സംഭവിച്ചിട്ടുണ്ട്, അദ്ദേഹം അതിര് കടന്നിട്ടുണ്ട്, അദ്ദേഹം ഈ വിഷയത്തിൽ നിന്ന് മാറി സഞ്ചരിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉത്തരവാദിത്തപ്പെട്ട അഭിഭാഷകനോ അതല്ലെങ്കിൽ ഇവിടെ ഈ പറയപ്പെടുന്ന നിയമജ്ഞന്മാരെന്നൊക്കെ പറയുന്ന ഈ കാസയുടെ നേതാക്കളൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഉയർന്ന കോടതികളുണ്ട്. ആ കോടതികളെ സമീപിക്കാം, സുപ്രീം കോടതിയെ സമീപിക്കാം, അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ അതിന് എന്നെക്കാളും കൃത്യമായ രീതിയിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നവരാണ് നിങ്ങളൊക്കെ. ആ കോടതിയെ സമീപിച്ചുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആ തെറ്റായ വിധി എന്ന് നിങ്ങൾ പറയപ്പെടുന്ന ആ വിധിയെ മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക. ബോധ്യപ്പെടുത്താൻ ഹൈക്കോടതി വിധിയെ ആരും ചോദ്യം ചെയ്യുന്നില്ല, തെറ്റായ വിധിയാണെന്ന് പറഞ്ഞില്ല. പക്ഷേ അതിലെ ഒരു പരാമർശം സ്റ്റാലിൻ ദേവൻ ഉൾപ്പെടെ ഒരു പരാമർശം അത് മാത്രം ചൂണ്ടിക്കാണിച്ചു. അത്രേ ഉള്ളൂ. പൂന്തോട്ടം എന്ന് പറയുന്ന വക്കീലിനെ മാറ്റിയിട്ട് ഈ പറയപ്പെടുന്ന പൂന്തോട്ടത്തിൽ ഞാനല്ല വെച്ചത്, എന്തായാലും ഞാൻ സ്വന്തമായിട്ട് വായിച്ചത്. പൂന്തോട്ടത്തിന്റെ ആവശ്യമില്ല. വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയുടെ വിധിയെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം എനിക്ക് മുജിബിനോട് പറയാനുണ്ട്, ശ്രദ്ധിക്കുമെങ്കിൽ അതില് നിലവിൽ ഉയർന്ന ഒരു ചെറിയൊരു കാര്യം പോണ കേൾക്കണില്ലേ? അല്ല അദ്ദേഹം കേൾക്കില്ല. അല്ല അദ്ദേഹം